ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു MinuzWorld. എല്ലാവർക്കും ഒരിക്കൽ കൂടി MinuzWorldലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ചിക്കൻ പോളയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് എല്ലാം വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻഗ്രീഡിയൻസ്: ബോൺലെസ് ചിക്കൻ, ബ്രെഡ്, സവാള, ഉള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, മുട്ട, പാല്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, എണ്ണ, ഉപ്പ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചമുളകാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ മസാലപ്പൊടികളും ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഏറ്റവും അവസാനം ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ്. ഇതിപ്പോൾ ഞാനിവിടെ ഉപ്പിട്ട് വേവിച്ച ചിക്കനാണ്. ഇനി ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നിങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു കുഴിയുള്ള തവ എടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ ബ്രെഡിൻ്റെയും സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് നല്ലോണം ആ ബാറ്ററിൽ ഇങ്ങനെ മുക്കിയെടുക്കണം. അത് കണ്ടോ, ഇതെല്ലാം കൂടെ ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാം ഒരേ ലെവലിലാക്കി എടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബ്രെഡ് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇതൊക്കെ കണ്ടോ, ഇതിപ്പോൾ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ഈ ബാറ്റർ ബാക്കിയുള്ളത് കൂടി ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സൈഡിലോട്ടൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അതിലിങ്ങനെ ഇറങ്ങിപ്പോയിക്കോളും. ഇനി ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഞാൻ അടിയിലൊരു പാത്രം വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതാ ഇപ്പോൾ നമ്മളുടെ ചിക്കൻ പോളയുടെ ഒരു ഭാഗം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് അരികൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നത് കണ്ടില്ലേ. ഇനി ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് വേറൊരു പാനിലോട്ട് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ അത് പൊട്ടി പോകുന്നതാണ്. ഇതാ കണ്ടോ, ഇതിപ്പോൾ നമുക്ക് പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതും ഇതേപോലെ സ്റ്റൗവിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
ഇതാ ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റിയാണ് ഹെൽത്തി ചിക്കൻ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാവുന്നതുമാണ്. അതുപോലെ നമ്മളുടെ വീട്ടിൽ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ചിക്കൻ ബോൾ എന്ന് മാത്രമല്ല ചിക്കൻ കേക്ക് എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, അത് നമ്മളുടെ കേക്ക് പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസും എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.